ക്ഷമിക്കുവാനുള്ള മനസ്സുണ്ടോ എന്ന് നോക്കണേ. ഇപ്പം ഒരാൾ നമ്മളെ കഴിഞ്ഞ കാലത്തിൽ എപ്പോഴൊക്കെയോ, നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ജനിക്കുന്നു, ജീവിക്കുന്നു, പോകുന്നു. പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിനകത്തൊക്കെ ജീവിതത്തിലെ പല വ്യക്തികളെയും പലരുടെ കൂടെയൊക്കെ നമ്മൾ ഇടപെടേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സുഹൃത്തുക്കളായാലും ബന്ധത്തിൽ നിന്നായാലും ആരൊക്കെയാണെങ്കിലും നമ്മളെ ഉപദ്രവിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ കഠിനമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാവും, അപമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അത് ഓർക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ വ്യക്തിയോട് നമുക്ക് ഇപ്പോൾ ക്ഷമിക്കാൻ കഴിയുമോ? അതാണ് ചോദ്യം. അത് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ആ വികാരം അനുഭവപ്പെടും. ഈ വികാരം എവിടെയാണ് സംഭവിക്കുന്നത്? അത് നമ്മുടെ ശരീരത്താണ് സംഭവിക്കുന്നത്. ഉറപ്പാണ്, നമ്മുടെ തലയ്ക്കുള്ളിലാണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കുവാനുള്ള നിലനിൽപ്പിനെ സുഗന്ധപൂർണ്ണമാക്കുന്നത്, സൗന്ദര്യമുണ്ടാക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഹോർമോൺസാണ്. ഹാപ്പി ഹോർമോൺസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അങ്ങനെയുള്ള ഹോർമോൺസിനെ ഇല്ലാതാക്കുന്ന ചിന്തകളാണ് നമ്മളൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വികാരം. മനസ്സിലായോ? ആലോചിച്ച് നോക്കി ഞാൻ ഈ പറഞ്ഞത്. അതായത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത വരുന്നു, ആ ചിന്തയ്ക്കകത്ത് നിന്ന് വികാരം വരുന്നു, നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നു. വൈരാഗ്യം, ശത്രുത, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം മാറുന്നുണ്ട്. അപ്പോൾ അത് ക്ഷമിക്കാതിരുന്നാൽ, ആ വ്യക്തിയോട് ക്ഷമിക്കാതിരുന്നാൽ ആർക്കാണ് പ്രശ്നം? എനിക്ക് തന്നെയാണ് പ്രശ്നം, വേറെ ആർക്കും പ്രശ്നമല്ല. ഇത് ഞാനീ പറഞ്ഞതേ ഒരു തരത്തിലും മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് നടക്കത്തില്ല കേട്ടോ, നടക്കത്തില്ല. ഞാനീ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്. ഞാൻ പല വ്യക്തികളിലും ഞാൻ പരീക്ഷിച്ചിട്ടുള്ള, സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അത് ക്ഷമിക്കാൻ കഴിയണം. നിങ്ങളെപ്പോലെ, ഈ കേൾക്കുന്ന ആൾക്കാരെ പോലെയുള്ള തന്നെ ജീവിയാണ് ഞാൻ. ഇത്രയും വികാരമുണ്ട്. എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ അപമാനിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോൾ അവരോടെല്ലാം ഞാൻ ക്ഷമിക്കും. ഉറപ്പാണ്, ക്ഷമിച്ചിരിക്കും. അതാണ് എൻ്റെ ശക്തി, അതാണ് ഊർജം, അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സ്. കാരണം എന്താണെന്നറിയോ? എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ശരീരത്തിനുള്ളിലെ ഹോർമോൺസ് ഉണ്ട്, ഹാപ്പി ഹോർമോൺസ്, സമാധാനം തരുന്ന, ശാന്തി തരുന്ന ഹോർമോൺസ് ഉണ്ട്. അത് പ്രവർത്തിക്കില്ല. അതെന്നെ നാശത്തിലേക്ക്, രോഗത്തിലേക്ക്, നിരാശയിലേക്ക്, പടുകുഴിയിലേക്ക് കൊണ്ട് ചാടി. ഇതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടുന്നാണ് എനിക്ക് സന്തോഷം തുടങ്ങിയത്, സമാധാനം തുടങ്ങിയത് എനിക്ക് ഇവിടുന്ന്. ഇത് ഞാൻ എൻ്റെ കാര്യമാണ് പറയാം കേട്ടോ. ഇനി ഇതൊക്കെ ശരിയാണോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പം ഇത്രയും വിഷയങ്ങൾ പറഞ്ഞില്ലേ, അത് ഞാൻ അന്വേഷിച്ചു. ശരിയാണ്. ആരെങ്കിലും നേരിട്ട് പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ടുള്ള അറിവൊന്നും എനിക്ക് വേണ്ട. കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതിൽ നിന്നുള്ള അറിവൊന്നും എനിക്ക് വേണ്ട. നേരിട്ട് ഇതേ പാതയിലൂടെ, ഇതേ വിഷയത്തിലൂടെ ഒക്കെ പോയിട്ട് അനുഭവിച്ച ആൾക്കാരുണ്ടോ? അവരുടെ വായിൽ നിന്ന് നമുക്കറിയാൻ പറ്റുമോ? ഇത് ഞാൻ നോക്കിയിട്ടുണ്ട്, അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ വായിൽ തന്നെ, അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ ജീവിതത്തെ നോക്കിയിട്ട് അവർ ബ്ലിസ്ഫുള്ളായിട്ട് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ്. ഇങ്ങനെയാണ് മനസ്സിലേക്ക് കടക്കുക. മനസ്സിൻ്റെ വാതിലുകൾ ഓരോന്ന് തുറക്കുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. അവരെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതാണ് സത്യമായിട്ടുള്ളത്, ഇതാണ് നിലനിൽപ്പിൻ്റെ വഴി, നമുക്ക് സമാധാനത്തിലേക്കുള്ള വഴി ഇതാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക, നമ്മളോട് തന്നെ ക്ഷമിക്കുക. നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ പോയിട്ടുണ്ട്, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഞാനത് ക്ഷമിച്ച്. ഇപ്പോൾ എനിക്ക് നിരാശയില്ല. ക്ഷമിക്കാൻ പഠിച്ചാൽ നമുക്ക് നിരാശയില്ലാതാക്കാൻ കഴിയും. പിന്നെ അടുത്തതുണ്ട് സഹിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ക്ഷമിക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു സഹന അല്ലേ? നമ്മളെ ഒറ്റയ്ക്ക് നിർത്തി, അപമാനിച്ച്, നശിപ്പിച്ച്, വലിച്ച് കീറി എന്നൊക്കെ പറയാം. അങ്ങനെ നിർത്തിയിരിക്കുന്നത്,
അങ്ങനെ അനുഭവിച്ച വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ആ വ്യക്തികളോട് നമുക്ക് തോന്നുന്ന ശത്രുത, വൈരാഗ്യം, അത് സഹിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോഴും നമ്മളെ ഒറ്റപ്പെടുത്തിയ, നിരാശപ്പെടുത്തിയ വ്യക്തികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അത് ക്ഷമിച്ച് നിൽക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സഹന. നടക്കാത്ത കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നടത്തിയ കാര്യമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എൻ്റെ മുന്നിൽ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ വരാറുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കും, സഹിക്കും. ഇപ്പം ഈ രണ്ട് കടമ്പകളാണ്, രണ്ട് വാതിലുകളാണ്. ഒന്ന് ക്ഷമിക്കുക, ഒന്ന് സഹിക്കുക. എന്തും സഹിക്കുക, സഹിക്കുക, പ്രവർത്തിക്കരുത്. വ്യക്തികളോട് മുൻപിലുണ്ടായിരുന്ന, മുന്നേ നമ്മളെ വിഷമിപ്പിച്ച്, ഞാനതാ വീണ്ടും വീണ്ടും പറയുന്നത്, ഞാനിത് സത്യസന്ധമായിട്ട് പറയുന്ന കേട്ടോ. ഇപ്പം എനിക്ക് ആരെയും സുഖിപ്പിക്കാനില്ല, ആരെയും സന്തോഷിപ്പിക്കാനുമില്ല, സത്യസന്ധമായിട്ട് പറയുന്ന കാര്യം. ഇതെന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതമല്ലേ, മരണം മുന്നിലുണ്ട് എപ്പോഴും. ഇതിൻ്റെ എണ്ടെന്ന് പറയുന്നത് അതാ. അപ്പോൾ എനിക്കിത് ഒരു ഡോക്യുമെൻ്റായിട്ട് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകാനേ അതെനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്തു അത് ക്ഷമിച്ചു. ആ ക്ഷമയിലൂടെ ഞാൻ സഹിച്ച്, ഇപ്പോഴും സഹിക്കും, സഹിച്ചുകൊണ്ടേയിരിക്കും. ഇത് രണ്ടും ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? സ്നേഹം. ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റി. അതെങ്ങനെയാണെന്നറിയാവോ? നമ്മളെ ശത്രുവായിട്ട് കണ്ടിരുന്ന എൻ്റെ ശത്രുവിനെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണെന്നറിയാവോ? അവരെ എന്നെപ്പോലെ തന്നെ ഒരു ജീവി, ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കാതെ ഒരു കുഞ്ഞായിട്ട് ജനിച്ചു. ആ കുഞ്ഞിൽ ഒന്നും അറിയില്ലായിരുന്നു. ഏതോ സാഹചര്യത്തിൽ ഒരു നിയന്ത്രണവും ഇല്ല അല്ലേ? സ്ഥലം, കാലം, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവരൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. എന്നെപ്പോലെ തന്നെ അയാൾ നിസ്സഹായനായിട്ട് ജീവിച്ച ഒരു ശിശു, ഒരു കുഞ്ഞ്. അവിടെ നിൽക്കുമ്പം നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയും. അപ്പോഴാണ് സ്നേഹമെന്ന വാതിൽ തുറക്കും. ഇതാണ് സ്നേഹത്തിൻ്റെ വിശാലമായ വാതിൽ. അവിടെ ജാതിയില്ല, മതമില്ല, വർഗ്ഗമില്ല, ഒന്നുമില്ല. ഒരു ജീവി സ്നേഹിക്കാൻ കഴിയുന്ന, അല്ലേ? എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഏത് രീതിയിൽ? എല്ലാവരെയും. അതുപോലെ തന്നെയുള്ളൊരു ജീവി അയാൾ. അപ്പം അയാളുടെ തെറ്റാണോ അയാൾ ജനിച്ചത്? അല്ല. അയാളുടെ അച്ഛനും അമ്മയും അയാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയോ? ഇല്ല. സ്ഥലം തിരഞ്ഞെടുക്കാൻ പറ്റിയോ? ഇല്ല. സമ്പത്ത് തിരഞ്ഞെടുക്കാൻ പറ്റിയോ? ഇല്ല. നിസ്സഹായനായ ഒരു ജീവി. നിസ്സഹായനായ ഒരു ജീവിയെ കാണുമ്പോഴാണ് സ്നേഹിക്കാൻ കഴിയുക. ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് ക്ഷമിക്കുക, സ്നേഹിക്കുക, സഹിക്കുക, പിന്നെ സ്നേഹിക്കുക. ഇത് മൂന്നും കടന്നു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഒരു വാതിലുണ്ട്, കാരുണ്യം. ആ കാരുണ്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കരുണ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെയാണ് മറ്റുള്ളവർ. ആരും ഒരു സ്വതന്ത്രനായിട്ടൊരു ജീവിച്ച ഒരു ജീവിയെ പല സാഹചര്യങ്ങളാൽ നമ്മളിങ്ങനെ വന്നു ജനിച്ചുപോയി. ഇനി നമ്മൾ ക്ഷമിച്ചും സഹിച്ചും സ്നേഹിച്ചും കരുണ കാണിക്കണം. മനുഷ്യനോട്, ജീവികളോട് സ്നേഹിക്കണം. ഈ സകല മനുഷ്യരോടും സർവചരാചരങ്ങളോടും നമ്മൾ സ്നേഹിക്കണം വിശാലമായിട്ട്. എന്നിട്ട് കരുണയോടെ കാരുണ്യം കാണിക്കണം, അല്ലേ? കരുണ കാണിക്കണ്ടേ? ക്ഷമിക്കുക എന്ന് പറയുന്ന വലിയൊരു കരുണയാണ്, അല്ലേ? നമ്മൾ വൈരാഗ്യം വെച്ച് ഒരു മനുഷ്യനോട് പെരുമാറിയാൽ നമുക്ക് എന്തെല്ലാം അദ്ദേഹത്തെ പറയാം. എത്ര പേരുടെ സമൂഹത്തിന് മുന്നിൽ നമുക്ക് ആക്ഷേപിക്കുക, അപമാനിക്കുക. പക്ഷെ അവിടെ നമ്മൾ കരുണ കാണിക്കണം, അല്ലേ? നമുക്ക് സഹിക്കാനുണ്ടാകുന്ന ഒരു മനസ്സെന്ന് പറയുന്നത് വിശാല മനസ്സാണ്. സ്നേഹവും ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിയുന്നതും വലിയൊരു വാതിലാണ്. കരുണ കാണിക്കാൻ കഴിയുന്നതും വലിയൊരു വിഷയമാണ്. അപ്പം ഇത്തരം നടക്കാത്ത വിഷയങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രമിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഉടനെ നടപ്പാക്കുമൊന്നും വേണ്ട. ഇതൊരു പ്രാക്ടീസായിട്ട് എടുത്താൽ മതി, പരിശീലനം. ഒന്ന് ശ്രമിച്ചു നോക്ക്, നടക്കും. നിരാശ മാറും, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, ഉറപ്പ്.